നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ CPM-ന് കീറാമുട്ടിയാകാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം എങ്ങനെയെങ്കിലും അത് ഇടതുകോട്ടയിൽ എത്തിക്കണമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് CPM കരുനീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ അവിടെ NK പ്രേമചന്ദ്രനെ എതിരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഏറെ നാളുകളായിട്ട് അതിനുള്ള അന്വേഷണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വഴിയിൽ കൂടെയും ആർക്കും അവിടെ ചാവേറാകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയാണ് ചെയ്യുന്നത്. 2014 NK പ്രേമചന്ദ്രൻ AKG സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ UDF 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. RSPക്ക് ഒരു ഇടമുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊല്ലവും കുണ്ടറയും മാത്രമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന മേൽവിലാസക്കാരൻ എന്ന് പറയുന്നത് NK പ്രേമചന്ദ്രൻ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോൾ അതിനെ മുതലെടുക്കാനായിട്ട് CPM ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ഇതൊക്കെ പ്രേമചന്ദ്രൻ്റെ മൈലേജ് കൂട്ടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മറ്റു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരെല്ലാമാണ് എന്ന് തീർച്ചപ്പെടുത്തിയപ്പോൾ കൊല്ലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് പ്രേമചന്ദ്രനെതിരെ CPM നിർത്തുന്ന സ്ഥാനാർത്ഥി മുകേഷ് MLA ആണ്. പറ്റിയ കക്ഷി തന്നെയാണ്. കൊല്ലത്തുകാർക്ക് 2016-ലും 2021-ലും പറ്റിയ അബദ്ധമാണ്. 2026 അവർ തിരുത്താനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരവസരം വീണ് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കൂടി ഒരു മുഴുവൻ അരിശവും തീർത്തു കൊടുക്കാൻ പോകുന്നത് 2024-ലെ തെരഞ്ഞെടുപ്പിലായിരിക്കും. മുകേഷ് തന്നെയാണ് മത്സരിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CS സുജാതയുടെ പേരും രംഗത്ത് വന്നിരുന്നു. പക്ഷേ സുജാതയൊക്കെ പിന്മാറുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ സമയത്ത് ചിന്തോ ജെറോമിന് മത്സരിക്കണമെന്നുണ്ട്. പക്ഷേ ചിന്തോ ജെറോ നമുക്കറിയാം നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ചിന്തോ ജെറോമിന് വെറും പബ്ലിസിറ്റിയുടെ ആവശ്യം മാത്രമാണുള്ളത്. ചിന്തോ ജെറോമിന് വേണ്ടി വാദിക്കാനായിട്ട് സാംസ്കാരിക നായകനും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ട് നടക്കുന്ന നമ്മുടെ രണ്ടാം മുണ്ടനുണ്ടല്ലോ MA ബേബിയാണ് ചിന്തോ ജെറോമിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചിന്തോ ജെറോം ഒന്നും തന്നെ ഫ്രെയിമിൽ ഇല്ലാത്ത സ്ഥിതിയിലാണ്. അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിൻ്റെ പേര് തന്നെ പറയുകയുണ്ടായി. ഇടത് കക്ഷികളുടെ എല്ലാം പിന്തുണയോടുകൂടി ഒരാളെ കൊണ്ടുവന്ന് നിർത്താമെന്നുള്ള പേരിൽ അങ്ങനെ പലതും നോക്കി ഒടുവിലെ കൊല്ലത്ത് ചാവേറാകാൻ പോകുന്നത് CPM കുരുതി കൊടുക്കാൻ പോവുകയാണ്. ആര്? മുകേഷ് MLA. മുകേഷ് MLAക്ക് മറ്റ് നഷ്ടമൊന്നും സംഭവിക്കാനില്ല. നിലവിലെ MLA പദവിയിൽ ഇരിക്കുകയാണ്. അഥവാ ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യമാണ്. അവിടെ നമ്മുടെ AA റഹീമിന് ഒരു കൂട്ടാകും. വലിയ ഇംഗ്ലീഷുകാരനല്ലേ നമ്മുടെ AA റഹീം, അതുപോലെ ബ്രിട്ടാസ്, ഇവർക്കൊരു കൂട്ടായിട്ട് മുകേഷും ഉണ്ടാകും. നന്നായിരിക്കും. ഇവരെല്ലാം കൂടി ആകുമ്പോൾ ആ കോറം അങ്ങ് തികയുകയും ചെയ്യും. അപ്പോൾ എന്തായാലും 2014 പിണറായി വിജയൻ അവിടെ ചെന്ന് NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. അത് 2019 ആവർത്തിച്ചു. 2019 വന്നിട്ട് പരനാറി എന്നും പരനാറിയായിരിക്കുമെന്ന് പറഞ്ഞു. ആ 2014 MA ബേബിയാണ് NK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചതെങ്കിൽ 2019 KN ബാലഗോപാലൻ. 2019 എത്തിയപ്പോൾ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തോളം എത്തി. 2014 30,000-നും 40,000-നും ഇടയിലായിരുന്നു. അത് ഏതായാലും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂടിക്കൂടി വരികയാണ്. എന്തായാലും കൊല്ലത്ത് പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ CPM-ന് സ്ഥാനാർത്ഥിയില്ല. പിന്നെ ആരെയും നിർത്താതിരിക്കാൻ കഴിയത്തില്ലല്ലോ. അതിനുവേണ്ടി ചാവേറാകാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുകേഷ് MLA. കൊല്ലത്തുകാർക്ക് തന്നെ കിട്ടുന്നില്ല മുകേഷ് MLA. ഒരു കാര്യത്തിന് അവിടെ എത്തുന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ തന്നെ മോശമായിട്ട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും കൊല്ലത്തുകാർക്ക് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മുകേഷ് MLAക്ക് നേരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരം അവർക്ക് കൈവന്നിരിക്കുകയാണ്. അവർ കൊല്ലം വോട്ടർമാരിപ്പോൾ സന്തോഷിക്കുകയാണ്. NK പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കൂട്ടാനും മുകേഷ് MLA എല്ലാ തരത്തിലും കെട്ടിവെച്ച പൈസ പോലും ഇല്ലാതെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. you